നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേതൻ അഗർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് സിയ തന്നെ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേതലിന് വിഗുണ്ടായിരുന്നു, വിക്കുമുണ്ടായിരുന്നു. ഇത് രണ്ടും കേതലിൽ നിന്ന് വിവാഹം ചെയ്യുന്നതിൽ തന്നെ പിന്നോട്ടടിച്ചു എന്നാണ് സിയ ഇപ്പോൾ നൽകുന്ന, അല്ലെങ്കിൽ സിയ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തൽ. കൊലപാതകം നടത്താനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. എന്തുകൊണ്ട് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നതിന് സിയ നിരത്തുന്ന കാരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടുക്കുന്നതാണ്. കേതന്റെ വിഗും സംസാരത്തിനിടയിലെ വിക്കലുമാണ് കൊലപാതകം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. ചോദ്യം ചെയ്യലിനിടെയാണ് സിയ ഗോയൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ കാരണങ്ങൾ നിരത്തിയത്. കേതന്റെ കുടുംബം പക്ഷേ ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി. വിവാഹത്തിന് മുന്നേ തന്നെ, അതായത് നിശ്ചയം അതിന് മുന്നേ തന്നെ ഈ വിവരങ്ങളെല്ലാം സിയയോട് പറഞ്ഞിരുന്നു. കേതന്റെ വിഗിനെ കുറിച്ചും സംസാരത്തിനിടയിൽ കേതന് വിക്കലുണ്ട് എന്നതിനെക്കുറിച്ചും ഒക്കെ സിയയുടെ കുടുംബത്തോട് തുറന്നു പറഞ്ഞിരുന്നു. അവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവർ ഇതൊരു സാധാരണ അവസ്ഥയായിട്ടാണ് കണക്കാക്കിയത്. അതൊന്നും കുടുംബത്തിനൊരു തടസ്സമായിട്ട് തോന്നിയിരുന്നില്ല. അവർ അത്തരത്തിലൊരു തടസ്സവും പറഞ്ഞിരുന്നില്ല എന്നാണ് കേതന്റെ കുടുംബം പ്രതികരിക്കുന്നത്. കേതനെ തനിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും എന്നാൽ കുടുംബാംഗങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഈ വിവരം മറച്ചു വച്ചതെന്നുമാണ് സിയ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വിവാഹാലോചനയെ സിയ എതിർത്തിരുന്നു എന്ന വാദത്തിന് വിരുദ്ധമാണ് കേതനുമായി അവർ നടത്തിയ ചാറ്റുകളെന്നും പോലീസ് കണ്ടെത്തി. ഇരുവരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ശത്രുതയോ ഉണ്ടായിരുന്നതായി ചാറ്റുകളിൽ നിന്ന് കണ്ടെത്താനാകുന്നില്ല. കേതനോടുള്ള ഇഷ്ടക്കുറവ് എന്തുകൊണ്ട് കുടുംബത്തെ അറിയിച്ചില്ല എന്ന് പോലീസ് ചോദിച്ചപ്പോൾ കുടുംബത്തെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ് അതെന്നായിരുന്നു സിയയുടെ മറുപടി. കേതനെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് സിയ വിശ്വസിച്ചിരുന്നു. കൊലപാതകം നടന്ന ലോഹാഘട്ട് കോട്ടയിൽ CCTV ക്യാമറകൾ ഇല്ലെന്നാണ് സിയയും കാമുകൻ ചേതൻ ചൗധരിയും കരുതിയിരുന്നത്. പക്ഷേ അവർക്ക് തെറ്റി. അവിടെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ CCTV ദൃശ്യങ്ങളിൽ പറഞ്ഞ വിവരങ്ങളൊക്കെ ഏറ്റവും നിർണായകമായ കേസിൽ മാറി. കേതൻ അഗർവാളിന്റെ രൂപത്തെക്കുറിച്ചും അയാളിൻ്റെ തലയിൽ ചെറിയൊരു വിഗ് ഉപയോഗിച്ചതിനെക്കുറിച്ചും സിയ ഗോയലിന്റെ കുടുംബത്തിന് നേരത്തെ തന്നെ കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്നും കേതന്റെ പിതാവ് വിശാൽ അഗർവാൾ വേദനയോടെ പ്രതികരിക്കുകയാണ്. കേതന്റെ വിഗ് ഉപയോഗത്തോടുള്ള സിയയുടെ വിയോജിപ്പാണ് കൊലപാതകത്തിന് കാരണമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളോടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. ഒരാൾ വിഗ് ഉപയോഗിക്കുന്നത് കൊലപ്പെടുത്താനുള്ള കാരണമാണോ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ കണ്ടു. ലോഹഘട്ട് കോട്ടയിൽ വെച്ച് ജൂൺ 18-നാണ് കേതൻ അഗർവാൾ കൊല്ലപ്പെട്ടത്. സിയ ഗോയലിന്റെ നിർദ്ദേശപ്രകാരം കാമുകൻ ചേതൻ ചൗധരി കേതനെ മലമുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടാണ് അരും കൊല നടത്തിയത്. ഒളിച്ചോടിപ്പോയാൽ കുടുംബത്തിന്റെ അന്തസ്സിന് കോട്ടമുണ്ടാകുമെന്ന് ഭയന്ന് ഇരുവരും ചേർന്ന് ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. അബദ്ധത്തിൽ താഴേക്ക് വീണ് മരിച്ചുവെന്ന് കൂടെയുള്ള സിയ പറഞ്ഞു പരത്തിയാൽ അത് മറ്റുള്ളവരെല്ലാം വിശ്വസിക്കും. താനും കാമുകനും സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിച്ച് നടത്തിയ പ്ലാനാണ് മുടി പൊളിഞ്ഞ് ഈ കൊടും ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വരുന്ന നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് ഇരുവരുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. തൻ്റെ മകൾ കുറ്റക്കാരിയാണെങ്കിൽ അവൾക്കും വധശിക്ഷ നൽകണമെന്ന് സിയയുടെ പിതാവും മാതാവും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേതൻ തനിക്ക് മകനെ പോലെ ആയിരുന്നുവെന്നും ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ സിയയ്ക്ക് മറ്റൊരു ബന്ധമോ ഉള്ളതായി തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് സിയയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. മകളാണ് കൊലപാതകം ചെയ്തതെങ്കിൽ വധശിക്ഷ തന്നെ നൽകണമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം സാഹചര്യ തെളിവുകൾ ഉണ്ട്. കോടതിയിൽ കേസ് വിജയിക്കാൻ കൂടുതൽ ശക്തമായ തെളിവുകൾ ആവശ്യമുണ്ട്. കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കേസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. പ്രതികൾ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഓൺലൈനായി കൊലപാതക രീതികൾ പഠിച്ചു. കൊലപാതകത്തിന് തലേന്ന് പൂനെയിലെ കഫേയിൽ സിയ ഗോയലും കാമുകൻ ചേതൻ ചൗധരിയും എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമായിരുന്നെങ്കിൽ കാമുകനൊപ്പം ഒളിച്ചോടാനാവുമായിരുന്നു. എന്നിട്ടും എന്തിന് പ്രതിശ്രുത വരൻ കേതൻ അഗർവാളിനെ കൊന്നു എന്ന ചോദ്യം കസ്റ്റഡിയിലുള്ള പ്രതികളോട് പോലീസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയുള്ള മറുപടിയൊക്കെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സമൂഹത്തിന് മുന്നിൽ കുടുംബത്തിനുണ്ടാകാവുന്ന നാണക്കേട് പേടിച്ചാണ് മറ്റു വഴികൾക്ക് പകരം കൊലപാതകം തിരഞ്ഞെടുത്തതെന്ന് ആവർത്തിച്ചു പറയുകയാണ് സിയ. കൊലപാതകത്തിന് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് നടത്തിയതെന്നും 5 മാസത്തിനിടെ 2000-ലേറെ തവണ കാമുകൻ ചേതൻ ചൗധരിയുമായി സിയ ഫോണിൽ സംസാരിക്കുകയുണ്ടായി. വാട്സാപ്പ് കോളിന് പുറമെയാണ് ഇത്തരത്തിൽ ഫോണിലൂടെയും ബന്ധപ്പെട്ടത്. പലപ്പോഴും 2-3 മണിക്കൂർ നീണ്ട സംസാരം. എല്ലാം എങ്ങനെ ആ
കേതനെ കൊലപ്പെടുത്താം എന്ന സംസാരം. ഇന്റർനെറ്റിൽ പലതരം കൊലപാതക രീതിയെക്കുറിച്ച് പ്രതികൾ സെർച്ച് ചെയ്തു. 2 തവണ ശ്രമം നടത്തി. 3-ാം തവണയാണ് ഈ കേതൻ ഇവരുടെ പ്ലാനിൽ അകപ്പെട്ടത്. അതുവരെ യാതൊരു സംശയവും തോന്നിക്കാതെ കേതനെ അത്രമേൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയായി സിയ തകർത്ത് അഭിനയിച്ചു. പൂനെയിലെ കഫേയിൽ കൊലപാതകത്തിന് തലേന്ന് പ്രതികൾ എത്തിയതിനും ഏറെ നേരം സംസാരിച്ചതിനും ദൃശ്യങ്ങൾ തെളിവുണ്ട്. അതിനുശേഷം പരസ്പരം കെട്ടിപ്പിടിച്ച് പിരിയുന്നതൊക്കെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുന്നേ നടത്തിയ ആ ഒരു കെട്ടിപ്പിടുത്തവും പ്ലാനുകളും ഒക്കെ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സിയയ്ക്കും കാമുകനുമെതിരെ വലിയ രീതിയിലുള്ള രോഷമാണ് ഉയരുന്നത്. 3-ാം ശ്രമം പരാജയപ്പെട്ടാൽ മഹാബലേശ്വരിൽ എത്തിച്ച് അടുത്ത ശ്രമം നടത്തുക എന്ന പദ്ധതിയും ഇവർക്കുണ്ടായിരുന്നു. കേതനെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നത് തന്നെയായിരുന്നു രണ്ടുപേരുടെയും പ്ലാൻ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോഹഘട്ടിൽ വെച്ച് കൊലപാതകത്തിന് 4 ദിവസം മുൻപും സിയയും കേതനും പോയിരുന്നു. അന്ന് തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും കേതൻ വീണില്ല. പാമ്പിനെ കണ്ട് പേടിച്ച് തള്ളിപ്പോയതാണെന്നാണ് സിയ അന്ന് കള്ളം പറഞ്ഞത്. നിരന്തരം എന്തിന് ലോഹഘട്ട് കോട്ടയിലേക്ക് പോയെന്ന് കേതൻ്റെ കുടുംബം സിയയോട് ചോദിച്ചെങ്കിലും സിയയ്ക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് സംശയം ശക്തിപ്പെട്ടത്. അതേസമയം ഈ കോട്ടയിലെ ഒരു ജീവനക്കാരൻ പോലീസിനോട് ആ ഒരു വിവരമൊക്കെ പങ്കുവച്ചിരുന്നു. സിയയുടെ നിലവിളി കേട്ടാണ് ഓടിയെത്തിയതെന്നും സഹായിക്കൂ എന്ന് പറഞ്ഞ് അവർ അലറിയെന്നും കോട്ടയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ധീരജ് ജാദവ് പറഞ്ഞു. ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചത് അയാൾ പറഞ്ഞു. അലർച്ച കേട്ടാണ് ഓടി വന്നത്. എന്താണ് സംഭവിച്ചതെന്ന് സിയ ഗോയലിനോട് ചോദിച്ചു. കോട്ടയിൽ നിന്ന് ഒരാൾ വീണു എന്നാണ് അവർ പറഞ്ഞത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു എന്നാണ് ധീരജ് ജാദവ് എന്ന ഈ ഒരു ജീവനക്കാരൻ പറയുന്നത്. കേതന്റെ കൊലപാതകം തെളിയിക്കാൻ പോലീസിന് സഹായകമായ മറ്റൊരു ഘടകം ചേതൻ ധരിച്ചിരുന്ന ഹൂഡിയാണ്. CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലാണ് ഇത് വ്യക്തമായത്. കേതനും സിയയും പോകുന്നതിന് പിന്നാലെ ഹൂഡി ധരിച്ച് നടന്നു പോകുന്ന പ്രതിയെയും കാണാം. മുഖം മറയ്ക്കുന്ന രീതിയിൽ ഹൂഡി ധരിച്ചിരുന്ന ഇയാൾ അതിന് മുകളിൽ ഹെഡ്സെറ്റും വെച്ചിരുന്നു. സിയ ഇടയ്ക്ക് ഇയാളെ തിരിഞ്ഞു നോക്കുന്നത് CCTVയിൽ വ്യക്തം. 33 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്ത് ഹൂഡി ധരിച്ച് പോകുന്നയാളിൽ പോലീസിന് സംശയം തോന്നുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.